നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2023 ആണ്ടിൽ ജോലിയോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ചുമതലകളും വർദ്ധിക്കുന്നതിനാൽ ഒരുപക്ഷെ ജോലി സ്ഥലത്തിനോടനുബന്ധമായി സ്ഥിരതാമസമാക്കുവാനുള്ളൊരവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ അവരോടൊപ്പം താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സ്വല്പം മനസ്സിന് സ്വസ്ഥതക്കേടുകളൊക്കെ പ്രാരംഭത്തിലുണ്ടാകുമെങ്കിൽ പോലും ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും മാതാപിതാക്കൾ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ളൊരു വൈമുഖ്യം കാണിക്കുന്നത് കൊണ്ടുമായിരിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേണ്ടി വരുവാൻ സാധ്യതയുള്ളത്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് പദ്ധതികളുടെ കുറവുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആനുകൂല്യങ്ങളെല്ലാം കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികളൊക്കെ എല്ലാം അപേക്ഷകൾ നൽകുവാനിടയുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വല്പം ശമ്പളക്കുറവുള്ള ജോലിയാണെങ്കിൽ പോലും നല്ലൊരു സ്ഥാപനത്തിലായതുകൊണ്ട് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നതും ഇങ്ങനെയൊരു ജോലിയിൽ സ്വീകരിക്കുന്നതും വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മറ്റു ചിലർക്ക് നിലവിലുള്ള ജോലിയുടെ അനന്ത സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ടും ഭാവിയിലേക്ക് സുരക്ഷിതത്വക്കുറവുള്ളതുകൊണ്ടും ഇനി മുതൽ മറ്റ് ചില വിഭാഗങ്ങൾ ഉദ്ധരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ പ്രത്യേകിച്ച് 2-3 വർഷത്തിന് ശേഷം ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ ഉദ്ധരിച്ചുകൊണ്ട് ചില പുതിയതായുള്ള പദ്ധതികൾ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ അതിന് തക്കവണ്ണമുള്ള നല്ല യൂണിവേഴ്സിറ്റികളിലെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ദീർഘദൂര പാഠ്യപദ്ധതി ആയിരിക്കാം, ജോലിയോടൊപ്പം തന്നെ ഗൃഹത്തിലിരുന്നു കൊണ്ട് പഠിക്കുന്നതായിരിക്കാം, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ഔദ്യോഗിക തലത്തിൽ മറ്റ് ചില മാറ്റങ്ങളൊക്കെ തന്നെ വിധേയത്വം വന്നു ചേരുവാനിടയുണ്ട്, ചില ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുവാനിടയുണ്ട്. എന്നിരുന്നാൽ പോലും പഠിക്കാൻ തക്കവണ്ണമുള്ളൊരവസരത്തെ വിനിയോഗിച്ചും കൊണ്ട് ജോലിയിൽ നിലനിന്ന് പോകുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുക തന്നെയായിരിക്കും ഒരു പക്ഷേ ഉണ്ടായിത്തീരുവാനിടയുള്ളത്. പലപ്പോഴും ചില കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകളും സഹിഷ്ണുതയൊക്കെ വേണ്ടിവരും. എന്നിരുന്നാൽ പോലും ബന്ധുമിത്രാദികളോടൊപ്പം യാത്രയ്ക്ക് പുറപ്പെടാൻ സാധിക്കുകയില്ല. ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജന്മനാട്ടിൽ വേണ്ടപ്പെട്ടവരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വന്നു ചേരുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള വ്യഥകൾ ഉണ്ടായിത്തീരാം. എന്നിരുന്നാലും ഭാവിയിലെ സുരക്ഷിതത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അനുവർത്തിച്ചു വരുന്ന പല വ്യാപാര മേഖലകളിലും ബന്ധപ്പെട്ട് തത്തുല്യമായിട്ടുള്ള ചില ബഹുമുഖ പ്രതിഭകൾ ആ ഒരു മേഖല തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാപാരത്തെ സ്വല്പം പ്രതികൂലമായിട്ട് ബാധിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ചില വ്യാപാരങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനോ തുടക്കം കുറിക്കുവാനോ അവസരമുണ്ടായിത്തീരും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത ശമ്പളം, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭശതമാന വിഹിതം എന്നിവ ലഭിക്കത്തക്ക വിധത്തിലുള്ളൊരു തൊഴിൽ മണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനോ അതിനുവേണ്ടി മാറുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. അമിതമായിട്ടുള്ള ആവേശമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. അന്ധവിശ്വാസം ഒഴിവാക്കി യഥാർത്ഥമായിട്ടുള്ള ഈശ്വരഭക്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും എന്ന പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. തീരുമാനിച്ച പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും നിഷ്കർഷയോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായിരിക്കാം ഇതിന് ഒരു ഉപോത്ബലകമായി തീരുന്നത്. ഈ
ഈ ഒരു പിന്മാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ വൻ നഷ്ടത്തെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതം നയിക്കുന്നത് വഴി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നീർദോഷ കഫരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് തണുപ്പ് രാജ്യത്ത് നിന്നും സമശീതോഷ്ണമുള്ള രാജ്യത്തിലേക്ക് മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. പദ്ധതികൾ സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മേലധികാരികൾക്ക് തൃപ്തികരമായിട്ടുള്ള സമീപനമൊന്നും ആവുകയില്ല. മേലധികാരി മറ്റൊരു ജോലി നേടിപ്പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു തസ്തിക വന്നു ചേരുവാനിടയുണ്ട്. ചുമതലകൾ വർദ്ധിക്കും. പക്ഷെ അതിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനവും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നത് കാലദൈർഘ്യമുണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ഒരു സമത്വമായിട്ടുള്ള ചിന്തകൾ അനുവർത്തിക്കുന്നത് വഴിയും കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കുന്നത് വഴിയും പലപ്പോഴും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുക മാത്രമല്ല, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ മറ്റ് ചില ആൾക്കാർ ധരിപ്പിക്കുന്നത് വഴി വളരെ നേട്ടത്തോടു കൂടിയതായിട്ടുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കുവാനിടയുണ്ട്. അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ ഉള്ളത് ഉപേക്ഷിച്ച് പുതിയതായിട്ടുള്ള പണം മുതൽ മുടക്കിയിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതോ ജോയിൻറ്റ് വെഞ്ചറുകൾ അല്ലെങ്കിൽ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ തന്നെ അത്ര ഗുണകരമല്ലാത്തൊരു വർഷമാണ് എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും കീഴ് ജീവനക്കാരുടെ അബദ്ധങ്ങളെ കൊണ്ട് അവരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ പല സാഹചര്യങ്ങളെ കൊണ്ടും ഒരുപക്ഷെ ഈ ഒരു വർഷം ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് എല്ലാം നിരീക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴിയും അവർക്ക് അവധിയിൽ ജന്മനാട്ടിൽ വന്ന ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വിദേശത്തെ രാജ്യത്ത് 5-6 മാസങ്ങളോളം താമസിക്കാനുള്ളൊരു അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ചില തുടക്കം കുറിക്കുവാനുള്ളൊരവസരം പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ ആഗോളതലത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യമായിരിക്കാം ഇതിനൊരു കാരണം എന്നുകൂടി അനുമാനിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നോ ഉടമസ്ഥരിൽ നിന്നോ പ്രത്യേകമായിട്ടുള്ളൊരു നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നു. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ അതിൻ്റെ ധ്രുവീകരണം നിലനിർത്തിക്കൊണ്ട് ധ്രുവീകരണമൊക്കെ ചെയ്ത് പുനരാരംഭിക്കുവാനിടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ ഒക്ടോബർ മാസത്തിന് ശേഷം മാത്രമേ അതിനുള്ളൊരു അവസരങ്ങളോ അന്വേഷണങ്ങളോ വന്നു ചേരുവാനിടയുള്ളൂ. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഡിസംബർ മാസത്തിൽ നടക്കുന്ന ഉല്ലാസ വിനോദയാത്രകളിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും കഴിവും പ്രാപ്തിയും അറിവും കാര്യനിർവഹണ ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലർക്കും അവസരങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് എല്ലാ കാര്യങ്ങളിലും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ കഴിവിൻ്റെ പരമാവധി പ്രയത്നിച്ചാലും അതിനനുസരിച്ചുള്ളൊരു ഫലം വളരെ കുറയുവാനിടയുണ്ട്. എന്തായാലും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരെ ഈ ഒരു വർഷം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ അനുവർത്തിച്ചും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് കാണുന്നത്.
ഇതാണ് 2023 ആണ്ടിലെ അത്തം നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.